മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചു. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പാട്ടിന് വികലമാക്കി. പോറ്റിയെ കയറ്റിയ പാട്ടിനെതിരെ DGPക്ക് പരാതി. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതി നൽകിയത്. കൂടാതെ രാഷ്ട്രീയ ലാഭത്തിനുള്ള പാട്ടിനൊപ്പം അയ്യപ്പനെ ചേർത്തത് വേദനിപ്പിച്ചു. ഭക്തരെ അപമാനിച്ചു. പാട്ട് പിൻവലിക്കണമെന്നും ഈ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ പാട്ട് വലിയ രീതിയിൽ വൈറലാവുകയും വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു. UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തയ്യാറാക്കിയ ഈ പാട്ട് മലപ്പുറം പടിഞ്ഞാറ്റുമുറിയിലെ ഡാനിഷ് മുഹമ്മദ് എന്നയാളാണ് പാടിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF LDFിനേക്കാൾ 5% വോട്ടിന് മുൻതൂക്കമാണ് ലഭിച്ചിട്ടുള്ളത്. പോൾ ചെയ്തതിൽ 40.7% UDFിന്റെ വോട്ട് വിഹിതം. LDFിന് 35.7% വോട്ട് ലഭിച്ചിട്ടുണ്ട്. NDA 16% വോട്ടാണ് നേടിയത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം പ്രമേയമാക്കിയ ഗാനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത്. വീരമണി രാജു പാടിയ പ്രശസ്തമായ അയ്യപ്പ ഭക്തിഗാനത്തിന്റെ വരികൾ സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റി അവതരിപ്പിക്കപ്പെട്ട ഗാനമായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇത് ആരെഴുതിയതാണെന്നോ സംഗീതം ചെയ്ത ആളെ അറിയില്ല, പാടിയ ആളെയും അറിയില്ല, സോഷ്യൽ മീഡിയയിൽ കണ്ടതാണെന്നാണ് പാരഡി ഗാനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം PC വിഷ്ണുനാഥ് MLA പ്രതികരിച്ചത്. ഈ ഗാനം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പാടുകയും ചെയ്തിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വിജയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് ഡൽഹിയിൽ പ്രതികരിക്കുന്നതിനിടയിലായിരുന്നു MLA പാട്ട് പാടിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഡാനിഷ് എന്ന യുവാവാണ് ഈ ഒരു പാരഡി ഗാനം വൈറലാക്കിയത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യത നേടിയ ഗാനം തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ വീണ്ടും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ സജീവമായി. നാദാപുരം സ്വദേശിയായ കുഞ്ഞ് അബ്ദുള്ള എന്ന പ്രവാസി വ്യവസായിയാണ് ഗാനം എഴുതിയതെന്ന് ഒടുവിൽ വിവരങ്ങൾ പുറത്തുവന്നു. GP ചാലപ്പുറം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന കുഞ്ഞ് അബ്ദുള്ള പ്രവാസിയാണ്. ഖത്തറിലാണ് നിലവിലുള്ളത്. നാട്ടിൽ വോട്ട് ചെയ്യുവാൻ എത്തിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എഴുതിയ പാട്ട് മലയാളികൾ ഏറ്റെടുത്തതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് കുഞ്ഞ് അബ്ദുള്ള. പാരഡി ഗാനങ്ങൾ മാത്രമല്ല, നിരവധി മാപ്പിളപ്പാട്ടുകളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. വിശ്വാസികളുടെ നെഞ്ചു പിളർക്കുന്ന വേദനയായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. അത് തന്റെ മനസ്സിനെയും വല്ലാതെ വേദനിപ്പിച്ചു. ആ വേദനയിൽ എഴുതിയ പാട്ടാണെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പോറ്റിയെ കയറ്റിയ സ്വർണം ചെമ്പായി മാറ്റി എന്ന പാരഡി ഗാനം പിറന്ന കഥ നാദാപുരം ചാലപ്പുറം സ്വദേശി GP കുഞ്ഞ് അബ്ദുള്ള പറഞ്ഞു വച്ചത്. ഖത്തറിൽ ബിസിനസ്സുകാരനായ കുഞ്ഞ് അബ്ദുള്ള ജോലി തിരക്കിനിടയിലാണ് ഇത്തരത്തിൽ പാട്ടെഴുതിയത്. പ്രചാര പ്രശസ്തമായ അയ്യപ്പ ഭക്തിഗാനം സ്വാമിയെ അയ്യപ്പോ ഈണത്തിലുള്ള ഈ പാട്ട് യൂട്യൂബിൽ 2 ദശലക്ഷം പേരാണ് കേട്ടത്. UDF തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ കേരളത്തിലുടനീളം മുഴങ്ങി. ശബരിമല സ്വർണ്ണ കവർച്ച പ്രചാരണ ആയുധമാക്കുവാൻ UDFിന് ഇതിലും വലിയ ആയുധം വേറെയില്ലായിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ ട്രെൻഡായ ഗാനം ലോക്സഭയുടെ പ്രവേശന കവാടത്തിൽ കേരളത്തിലെ MPമാർ പാടിയതോടെ ഇത് ഏറെ ഹിറ്റായി. ഹൈബി ഈഡൻ MP, KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA, DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അടക്കമുള്ളവർ GPയെ വിളിച്ച് അനുമോദിച്ചു. UDFിന് പുറമെ BJPയും പാട്ട് വ്യാപകമായി ഉപയോഗിച്ചു. 600-ലധികം പാട്ടുകൾ ഇതിനകം GP എഴുതിയിട്ടുണ്ട്. 30 വർഷമായി UDFിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ എഴുതിയെങ്കിലും ഇത്രയും വ്യാപകമായി ജനം ഏറ്റെടുത്ത പാട്ട് ഇതാണെന്ന് GP പ്രതികരിച്ചു. മാപ്പിളപ്പാട്ടിന്റെ വർണ്ണചരിത്രം എന്ന പേരിൽ പുസ്തകവും എഴുതിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പാരഡി ഗാനം ശബരിമല അയ്യപ്പ ഭക്തർ പോലും യാത്ര ചെയ്യുന്ന ബസ്സുകളിലടക്കം വലിയ തോതിലാണ് ഇത് വൈറലായി മാറിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പാട്ടിനെതിരെ, ഈ ഒരു പാരഡിക്കെതിരെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇനി എന്താണ്, ഇനിയും ഇത്തരത്തിൽ വിവാദമാവുന്നതോടെ ഇത് കുറച്ചുകൂടി വൈറലാകും എന്ന കാര്യം ഉറപ്പാണ്. ബാക്കി കണ്ടു തന്നെ അറിയാം.